നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും അറിയുന്ന, ആർക്കും ഒഴിച്ചുകൂടാനാകാത്ത ഒരു യാഥാർത്ഥ്യമാണ് മരണം. നമുക്ക് ജീവിതം നൽകുന്ന അവസാനത്തെ സമ്മാനവും. മറ്റുള്ളവർ നമ്മുടെ വാക്കുകൾക്ക് പുതിയ മാനങ്ങൾ നൽകുകയും നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ച് ഓർക്കുകയും നമ്മുടെ വേദനകൾ ഓർത്ത് സങ്കടപ്പെടുകയും നമ്മുടെ ചെയ്തികളെ വാഴ്ത്തുകയും ചെയ്യുന്ന ദിവസം. മനുഷ്യന്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും ശാസ്ത്രത്തിന്റെയും മുൻപിൽ മരണം ഒരു സമസ്യയാണ്. നടൻ സലീം കുമാറിന്റെ മരണ ദിവസം അരങ്ങേറിയ ചിലരുടെ ഭാവപ്രകടനങ്ങളും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളിലേക്കും നമുക്കൊന്ന് കടന്നു ചെല്ലാം. സലീം കുമാറിന്റെ മരണം മലയാള സിനിമയ്ക്കും സിനിമാക്കാർക്കും മലയാളികൾക്കും തീരാ നഷ്ടവും തീരാ വേദനയുമാണ് നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സിനിമയിൽ ശത്രുക്കളില്ലാത്ത ഏക നടനാണ് സലീം കുമാർ. കുതികാൽ വെട്ടും തമ്മിലടിപ്പിക്കലും പാരവെപ്പും ഒക്കെയുള്ള സിനിമാ മേഖലയിൽ ഇപ്പറഞ്ഞ കാറ്റഗറിയിൽ ഒന്നും പെടാതെ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത പച്ചയായ ഒരു മനുഷ്യനായിരുന്നു സലീം കുമാർ. അദ്ദേഹത്തിന്റെ വേർപാട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മാത്രമല്ല, അദ്ദേഹത്തെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്ന എല്ലാവരെയും കണ്ണീരിൽ ആഴ്ത്തി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ മരണശേഷം മഹത്വം പറഞ്ഞുകൊണ്ട് കണ്ണീരൊഴുക്കി ചില സിനിമാക്കാർ പറയുന്നു സലീം കുമാറിന്റെ മരണം അപ്രതീക്ഷിതമായിരുന്നു, ഞെട്ടലുളവാക്കി എന്നുമൊക്കെ. ഇത്തരം ഞെട്ടലുകൾ ഒഴിവാക്കാനായിരിക്കും സലീം കുമാർ തന്നെ മുൻകൂട്ടി ചില മുന്നറിയിപ്പുകൾ കൊടുത്തിരുന്നത്. എന്റെ വഞ്ചിയിൽ സുഷിരങ്ങൾ വീണിരിക്കുന്നു, വെള്ളം കയറി തുടങ്ങിയിരിക്കുന്നു, ഇനി എത്ര നാൾ തുഴയാനാകുമെന്നറിയില്ല, ഏത് നിമിഷവും ഈ വഞ്ചി മുങ്ങിത്താഴാനിടയുണ്ടെന്ന് പല പ്രാവശ്യം അദ്ദേഹത്തെ സോഷ്യൽ മീഡിയ പച്ചയ്ക്ക് കൊന്നതാണ്. അത് തീർത്തും അപ്രതീക്ഷിതവും ഞെട്ടലുളവാക്കുന്നതുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏത് നിമിഷവും സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ചതാണ് സംഭവിച്ചത്. സിനിമക്കാരായ ജയനും കലാഭവൻ മണിക്കും ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ ജനാവലിയാണ് സലീം കുമാറിന്റെ മരണത്തിലും ദുഃഖത്തിലും ആ കുടുംബത്തോടൊപ്പം പങ്കുചേർന്നത്. ജയൻ 41-ാമത്തെ വയസ്സിലും കലാഭവൻ മണി 45-ാമത്തെ വയസ്സിലും സലീം കുമാർ 55-ാമത്തെ വയസ്സിലും യാത്രയാവുകയാണ് ഉണ്ടായത്. ഇവരെല്ലാം തന്നെ പകരം വെക്കാനില്ലാത്ത പ്രതിഭാശാലികളുമായിരുന്നു. ജയന്റെയും കലാഭവൻ മണിയുടെയും കാര്യങ്ങൾ പറഞ്ഞ് ഇന്നും വേദനിക്കുന്ന പലരെയും കാണാൻ കഴിയും. അവരോടൊപ്പം മനുഷ്യ മനസ്സിൽ ഇടം പിടിച്ചാണ് സലീം കുമാറും യാത്രയായത്. സലീം കുമാറിന്റെ മരണവാർത്ത അറിഞ്ഞ ഞാൻ അതിരാവിലെ തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട് 10 മണിയോടുകൂടി പറവൂരിലെ ടൗൺ ഹാളിൽ എത്തുകയുണ്ടായി. സലീം കുമാറിന്റെ ചേതനയേറ്റ ആ ഭൗതിക ശരീരത്തിനരികിലായി ഒരു കസേരയിൽ സാംസ്കാരിക സിനിമാ മന്ത്രി വിഷ്ണുനാഥ് ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ എതിർവശത്തായി സലീം കുമാറിന്റെ ഭാര്യയും മക്കളും ബന്ധുക്കളും ഇരിപ്പുണ്ടായിരുന്നു. 100 കണക്കിന് ക്യാമറകളുമായി ചാനലുകാരും നിലയുറപ്പിച്ചിരുന്നു. ഇത്തരം വലിയ സെലിബ്രിറ്റികൾ മരണപ്പെടുമ്പോൾ അത് ഷൂട്ട് ചെയ്ത് അപ്പോഴപ്പോൾ കാണിക്കുക എന്നത് ഒരു പതിവാണല്ലോ. ഇത്തരം വലിയ ചാനലുകാർ മറ്റുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിൽ അകലം പാലിച്ച ക്യാമറകൾ സെറ്റ് ചെയ്തുകൊണ്ടാണ് നിലയുറപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ കയ്യിൽ മൊബൈൽ ഫോൺ ഉള്ളവരൊക്കെ ക്യാമറാമാൻമാരായ കാലഘട്ടത്തിൽ അവരുടെ കടന്നുകയറ്റം യാതൊരു ഔചിത്യ ബോധവും ഇല്ലാത്തതായി മാറിയിരിക്കുകയാണ്. ഇത്തരക്കാർ പലപ്പോഴും ഒരു മരണ വീടിനെ ഒരു ഉത്സവപ്പറമ്പ് പോലെയാണ് കാണുന്നതും പെരുമാറുന്നതും. സെൽഫി എടുക്കലും വീഡിയോ ഷൂട്ട് ചെയ്യലും എന്ന് വേണ്ട മറ്റുള്ളവരുടെ സങ്കടങ്ങളെ ഒപ്പിയെടുത്ത് പ്രദർശിപ്പിക്കാനുള്ള മത്സരമാണ് അവിടെ നടന്നത്. വലിയ ആൾക്കൂട്ടത്തിനിടയിൽ വലിയ സങ്കടാവസ്ഥയിൽ ഇത്തരക്കാർ കാണിക്കുന്ന ഈ പ്രവൃത്തി പൊതുജനത്തിനിടയിൽ വലിയ അവമതിപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ സലീം കുമാറിനും മക്കൾക്കും അദ്ദേഹത്തിന് ചുംബനം നൽകി യാത്രയയപ്പ് കൊടുക്കാൻ പോലും അനുവദിക്കാതെ അവരുടെ സ്വകാര്യതയിൽ കടന്നു കയറി തിക്കും തിരക്കും സൃഷ്ടിച്ച് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാൻ ശ്രമിച്ചപ്പോൾ തന്റെ പിതാവിന്റെ വേർപാടിൽ ആകെ തകർന്ന് തളർന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിന്ന ചന്തുവിന് ശബ്ദമുയർത്തി പ്രതികരിക്കേണ്ടി വന്ന ഗതികേട് ഒന്ന് ചിന്തിച്ചു നോക്കുക. മരണവീട്ടിൽ കാണിക്കേണ്ട മാന്യത മറന്ന് പെരുമാറുന്ന ഇക്കൂട്ടർ തീർച്ചയായും മരണത്തിൽ അവരുടെ ദുഃഖത്തിലും വേദനയിലും പങ്കുചേരാൻ വന്നവരല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത്തരം പ്രവൃത്തികൾക്കെതിരെ സമൂഹത്തിലെ പല ഉന്നതരും പ്രതികരിക്കുകയുണ്ടായി. ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ വളരെ വ്യക്തമായി പ്രതികരിച്ചിരിക്കുന്നു മാധ്യമ പ്രവർത്തകയും പൃഥ്വിരാജിന്റെ ഭാര്യയുമായ സുപ്രിയ പൃഥ്വിരാജ്. ആളുകളെ സമാധാനത്തോടെ ദുഃഖിക്കാൻ അനുവദിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഹൃദയഭേദകമായ ദുഃഖവും വേദനയും നിറഞ്ഞ ഒരു നിമിഷം. എന്നാൽ ഇവിടെ ക്യാമറകളുടെയും മൈക്കുകളുടെയും ഒരു കൂട്ടം ഈ അവസാന വിടവാങ്ങൽ ക്ലോസപ്പിൽ പകർത്താൻ ഇരയെ ലക്ഷ്യമാക്കി കൂടുതൽ അടുത്തെത്താൻ ശ്രമിക്കുന്ന കഴുകന്മാരെ പോലെ തിരക്ക് കൂട്ടുന്നു. കുറച്ചു
കുറച്ച് സ്ഥലം തരൂ എന്നും പിന്നോട്ട് മാറൂ എന്നും സമാധാനത്തോടെ കരയണമെന്നും ആവശ്യപ്പെട്ട് മകൻ നിലവിളിക്കുന്നു. നാം എന്തായി തീർന്നിരിക്കുന്നു? എല്ലാം അറിയുവാനുള്ള ഈ ആർത്തി എല്ലാ മര്യാദയും അച്ചടക്കവും ലംഘിച്ചിരിക്കുന്നു. ആളുകളെ സമാധാനത്തോടെ ദുഃഖിക്കാൻ അനുവദിക്കുക. അവർക്ക് ഇതിനകം തന്നെ ധാരാളം വേദനകളുണ്ട്. സ്വയം നിയന്ത്രണവും ദിശാബോധവും ഉണ്ടാകണം. മരണവീട്ടിൽ പരിസരബോധമില്ലാതെ പെരുമാറുന്ന ഇത്തരക്കാരോട് വേറെ എന്താ പറയുക? കവിയും സംവിധായകനും നിർമ്മാതാവും ഒക്കെയായ ശ്രീകുമാരൻ തമ്പിസാർ ഇതിനെതിരെ പ്രതികരിച്ചത്, എന്റെ സംസ്കാരം നടക്കുന്ന സ്ഥലത്തും ഈ ക്രൂരന്മാരായ സാഡിസ്റ്റുകൾ വരുമെന്ന് എനിക്കറിയാം. അന്ന് എനിക്ക് എഴുന്നേറ്റ് നിന്ന് പോയിനടാ നാറികളെ, പോയി മാന്യമായി ജോലി ചെയ്ത് ജീവിക്കണടാ എന്ന് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് തന്നെ ഈ വാചകം അവരോട് പറയുന്നു. മരണവീട്ടിൽ കാണിക്കേണ്ട മര്യാദയുടെ കാര്യത്തിൽ വിദ്യാഭ്യാസമുള്ളവനും ഇല്ലാത്തവനും സെലിബ്രിറ്റികളും സാധാരണക്കാരും ഒക്കെ കണക്കാണ്. ഇക്കഴിഞ്ഞ നാളുകളിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു സ്ത്രീ മരണവീട്ടിൽ നിന്നുകൊണ്ട് 32 പല്ലും കാണിച്ച് ചിരിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അതിന്റെ അടിയിൽ വന്ന കമന്റുകൾ കണ്ടാൽ അവരുടെ ഈ പ്രവൃത്തിക്കെതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധം മനസ്സിലാക്കാം. നിന്റെ കുഞ്ഞമ്മയുടെ മകളുടെ കല്യാണമല്ലടി അവിടെ നടക്കുന്നതെന്നാണ് ഒരാൾ കുറിച്ചിരിക്കുന്നത്. ഇനിയുള്ള കമന്റുകളൊന്നും പറയാൻ കൊള്ളില്ല. അത്രയ്ക്ക് മോശമായിട്ടാണ് ജനം പ്രതികരിച്ചിരിക്കുന്നത്. മറ്റൊരു അറിയപ്പെടുന്ന സെലിബ്രിറ്റി നിന്ന് സെൽഫി എടുക്കുന്നു. അതിനെതിരെ ഭാഗ്യലക്ഷ്മി ശക്തമായി പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നു. ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരാൾ മരണപ്പെടുമ്പോൾ ആ മരണത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരാൻ എന്നോണം എത്തുന്നവരുടെ എന്തെല്ലാം നാടകങ്ങളും അഭിനയവും ഒക്കെയാണ് നാം കാണേണ്ടത്. സലീം കുമാറിന്റെ മരണത്തിൽ പങ്കെടുക്കാൻ വിഷമത്തോടെ എത്തിയ മുഖ്യമന്ത്രിയെ ഒരു ഇന്റർനാഷണൽ വിവരദോഷി ഷാൾ അണിയിക്കാൻ ശ്രമിക്കുന്നതും അദ്ദേഹം ദേഷ്യത്തോടെ അവന്റെ കൈതട്ടി മാറ്റുന്നതും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ പ്രചരിക്കുന്നത് കണ്ടില്ലേ? ഇവനെയൊക്കെ പിടിച്ച് രക്ഷാദൌത്യം നടത്തിയ പിണറായിയുടെ ഗൺമാന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കേണ്ടതാണ്. ടൗൺ ഹാളിൽ കണ്ട മറ്റൊരു കാഴ്ച, ഓരോ VIP-കൾ വരുമ്പോഴും അവിടെ നിന്നിരുന്ന 10-12 സിനിമാക്കാർ അവരെ ആനയിച്ച് സ്വീകരിച്ച് മൃതദേഹത്തിന്റെ അരികിലേക്ക് കൊണ്ടുപോകുന്നത് കാണാമായിരുന്നു. മരണവീട്ടിൽ അങ്ങനെ ഒരു ആനയിപ്പിന്റെ ആവശ്യമുണ്ടോ? അപ്പോഴെല്ലാം അവിടെ വലിയ തിക്കും തിരക്കും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അതിലും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ, കണ്ണാടി എടുക്കാതെ കണ്ണ് പൊത്തിക്കരയുന്ന ഒരു നടന്റെ വീഡിയോയും ഫോട്ടോയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു. അതിന് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ, സ്വന്തം അമ്മയെ അനാഥാലയത്തിൽ ഉപേക്ഷിച്ച മകൻ സലീം കുമാറിന്റെ വേർപാടിൽ കണ്ണുപൊത്തി കളിക്കുന്നു എന്നാണ്. ഇത്തരത്തിലുള്ള പല കോപ്രായങ്ങളും അവിടെ അരങ്ങേറി എന്നുള്ളത് ഒരു സത്യമാണ്. ഇത്തരം ഇടങ്ങളിലും സന്ദർഭങ്ങളിലും സിനിമാക്കാരെങ്കിലും കുറച്ചുകൂടി ഉത്തരവാദിത്വവും ജാഗ്രതയും പുലർത്തേണ്ടതല്ലേ? ജാതിയും മതവും ഇല്ലാത്ത, സ്വന്തം ഇഷ്ടങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും വില നൽകി സ്വന്തം നിലപാടിൽ അടിയുറച്ചു നിന്ന വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു സലീം കുമാർ. അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു മരണാനന്തരമുള്ള മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾ ഒഴിവാക്കണമെന്നത്. ആ ആഗ്രഹം കുടുംബം അക്ഷരം പ്രതി അനുസരിച്ചു. സലീം കുമാർ ഇവിടം വിട്ടു പോയെങ്കിലും അദ്ദേഹം കലാമേഖലയ്ക്ക് നൽകിയ മഹത്തായ സംഭാവനകളിലൂടെ മരണമില്ലാത്തവനായി നമ്മുടെയൊക്കെ മനസ്സിൽ എന്നും ജീവിക്കും. പ്രിയ സലീം കുമാറിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.